വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ എപ്പോൾ എവിടെ കേട്ടാലും ഫിലോസഫിക്കലായിട്ട് പറയുമ്പോൾ ഫിലോസഫിക്കൽ വ്യൂവിൽ എന്നൊക്കെ പറയാറുണ്ട്. ആ ഫിലോസഫി എന്താണെന്നുള്ളതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് ഉച്ചരിക്കുമ്പോൾ എഫ് ചേർത്തിട്ടാണ് പറയുക. അതേ അർത്ഥം തന്നെയാണ് ഫാൾസിഫൈ എന്ന് പറയുന്നത്. FALC5 ഫിലോസഫി ഫാൾസിഫൈ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അതെന്ത് വെറും അക്ഷരങ്ങൾ. അതിനല്ല, നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ ശബ്ദത്തിനും അർത്ഥമുണ്ട്. ഇനി അതെന്തുകൊണ്ടാണ് ഫിലോസഫി ഫാൾസിഫൈ ആകുന്നതെന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അതായത് ഫാൾസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ വളച്ച് തിരിച്ച് വക്രീകരിച്ച് വേറെന്തൊക്കെയോ കുറേ സാഹിത്യങ്ങൾ ചേർത്ത് അത് ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനെയാണ് ഫാൾസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന 70% ശാസ്ത്രവും ഈ മതങ്ങളുടെ എല്ലാ ആശയങ്ങളും അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഫാൾസിഫിക്കേഷനാണ്, ഫിലോസഫിയാണ്. അപ്പം അതിന് മെത്തേഡുണ്ട്, എങ്ങനെയാണത് ഫാൾസിഫൈ ചെയ്യേണ്ടത്. ആ മെത്തേഡാണ് ഫിലോസഫിയിൽ പഠിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഫിലോസഫി പഠിച്ച ആൾക്കാർ, നന്നായിട്ട് ഫാൾസിഫൈ ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. അതിന് മെത്തേഡുണ്ട് എങ്ങനെ ഫാൾസിഫൈ ചെയ്യണം. അവർ പറയുന്നത് ഫിലോസഫിയിൽ സത്യം അന്വേഷിക്കുക എന്നുള്ളതാണ്, സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള വഴി എന്നാണ് പറയുന്നത്. സത്യത്തെ അന്വേഷിക്കാൻ നേരിട്ട് പോയി കാണണം, അതിന് അതേ വഴിയുള്ളൂ. അല്ലാണ്ട് അതിന് വാക്കുകൾ കൊണ്ട് കുറേ കളി നടത്തിയിട്ട് എന്താ കാര്യം. ഒരു കാര്യം സത്യമാണോ എന്നറിയാൻ നേരിട്ട് പോയി കാണണം. നേരിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഉള്ളത് ആ വ്യക്തിയുള്ള വിശ്വാസം മാത്രമാണ്. ഒരാൾ പറയുന്ന ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയുന്നു, ഞാൻ പോയിട്ട് പറയുന്നത് എനിക്ക് കാണിച്ചു തരാം. അവൾ കാണാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ ലോകത്തിൽ ആരെങ്കിലും കാണണ്ടേ? ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അത് ആരാ പറഞ്ഞതുകൊണ്ടെന്ന്? ഒരാൾ സ്വപ്നത്തിൽ കണ്ടാണ്. അപ്പം അതേസമയം ആ ടെക്നോളജി കിട്ടാൻ എനിക്ക് വഴിയില്ല. പിന്നെ ആകെയുള്ള വഴി അയാളെ വിശ്വസിക്കുക എന്നുള്ളത്. അയാളെ വിശ്വസിക്കുക എന്നുള്ളത് ഒരു വസ്തു ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണോ? അല്ല, അത് അയാളോടുള്ള വിശ്വാസമാണ്, അത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ അയാളെ വിശ്വസിക്കാതെ തന്നെ ഇത് ഉണ്ടെന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായിട്ടുള്ള മെത്തേഡിനാണ് ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ഇല്ലെങ്കിലും അതുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചിന്തകളെ വെച്ച് കളിക്കുന്ന മെത്തേഡിനെയാണ് ഫിലോസഫി എന്ന് പറയുന്നത്. അതാണ് ഫാൾസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോൺഫ്ലിക്റ്റ് ആയി പോകും. എന്നിട്ട് നമ്മൾ അവസാനം അത് ഉണ്ടെന്ന് വിശ്വസിക്കും. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. അത് വാക്കുകൾ കൊണ്ടുള്ള ഒരു കളിയാണത്. വാക്കുകൾ വെച്ചിട്ട് കളിച്ചുകൊണ്ട് ആ കാര്യം ഉണ്ടെന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അത് വാക്ക് വെച്ചിട്ടുള്ള ട്രാപ്പാണത്. വാക്കുകളെ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ഫിലോസഫി എന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ട് ട്രാപ്പ് ചെയ്യുക, ആ മെത്തേഡാണ് ഫിലോസഫി. അതുകൊണ്ട് ആരെങ്കിലും ഫിലോസഫിക്കലായിട്ട് പറയുമ്പോൾ അപ്പം തന്നെ നിർത്തണം. സഹോദര, ഫിലോസഫി എന്നോട് പറയേണ്ട, നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറയുക. തീർന്നു, പിന്നെ ഫിലോസഫി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫിലോസഫി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇന്നുള്ള 70% കള്ളശാസ്ത്രങ്ങൾ ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഫിലോസഫി എന്ന് പറയുന്ന മെത്തേഡാണ്. ഫിലോസഫി എന്ത് മെത്തേഡാണ്? വാക്കുകൾ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്ത് ഒരു വസ്തു ഇല്ലെങ്കിലും അത് ഉണ്ടെന്ന് ഒരാളെ കൊണ്ട് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡിനെയാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന ഫിലോസഫിയാണ്, ഫാൾസിഫിക്കേഷനാണ്. അത് മെത്തേഡുണ്ട് അതിന്. ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഒരാൾ കണ്ടിട്ടില്ലെങ്കിൽ അയാൾ അത് വിശ്വസിക്കുന്നുണ്ടെന്ന്. അയാൾ എന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അയാൾ വാക്കുകളിൽ കുടുങ്ങിപ്പോവും. മനസ്സിലായോ? അയാളുടെ ഉള്ളിലിരിക്കുന്ന വാക്കുകളിൽ അയാൾ കുടുങ്ങിപ്പോവും. അപ്പോൾ അയാൾ സ്വയമേ ഉണ്ടെന്ന് അയാൾക്ക് തന്നെ തോന്നും. അത് എന്നെ വിശ്വസിക്കുന്നുണ്ടല്ല, അയാൾ തന്നെ സ്വയമേ അത് ഉണ്ടെന്നുള്ള ധാരണയിൽ അയാൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു കുതന്ത്രപരമായ മെത്തേഡിനെയാണ് നമ്മൾ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഫാൾസിഫൈ എന്തുകൊണ്ട് മോശം വാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എഫ് വരുന്നതുകൊണ്ടാണ്. സാഫിതവും സാദിഫവും ഉണ്ട് എന്ന് ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത് തോന്നുന്നു. ഈ ഫ എന്ന് പറയുന്ന വാക്ക് പൊല്യൂഷനെ കാണിക്കാനുള്ള വാക്ക്, അശുദ്ധമാക്കുന്നതിനെ കാണിക്കാനുള്ള വാക്ക്. അതാണ് സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്നല്ല, പൊള്യൂട്ടഡ് ആയിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ എന്നാണ്. അതായത് അശുദ്ധീകരിക്കപ്പെട്ട അടിസ്ഥാന തത്വം എന്നാണ് സോഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞ വഴി എന്നാണ് അർത്ഥം, വളഞ്ഞ വീക്ഷണം. അതാണ് ഫിലോ. മനസ്സിലായോ? ഫിലോ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വീക്ഷണം. സോഫിയ എന്ന് പറഞ്ഞാൽ അശുദ്ധമാക്കിയ പിന്നെ അടിസ്ഥാന പ്രിൻസിപ്പിളുകൾ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് പറയുന്നതാണ് ഫിലോസഫി.
ആ വാക്കിൽ തന്നെ ഉണ്ടത്. അതാണ് ഫാൾസിഫൈ എന്ന് വേറൊരു സ്ഥലത്ത് എഫ് ചേർത്തിട്ട് പറയുന്ന സ്ഥലത്ത് ഒരേ അക്ഷരങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കും, ഒരേ അക്ഷരങ്ങളാണ്. നിങ്ങൾ വവൽ സൗണ്ട് നോക്കണ്ട. FLSFI, FLSF, മനസ്സിലായോ? പക്ഷെ അത് PHI ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ വേറെന്തോ സംഭവമായിട്ട് തോന്നുന്ന കാര്യം, ഈ PH എന്ന് പറയുന്ന സൗണ്ട് ആക്ച്വലി വേറെ തരത്തിലാണ് സൗണ്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല സൗണ്ട് ചെയ്യണം, അവർ ഫായായിട്ടാണ് സൗണ്ട് ചെയ്യണം. ഫ് എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫി എന്നാണ് പറയുന്നത്. എഫ് അല്ല, ഫിലോസഫി അല്ല, ഫി. അതായത് നമ്മുടെ ചുണ്ടുകൾ അടുപ്പിച്ച് വെച്ച് ഒരു എയറോട് കൂടിയിട്ടുള്ള ഒരു പി ഉണ്ട്, ഫി എന്ന് പറയും. ഫിലോസഫി എന്ന് പറയും. മറ്റേത് ഫിലോസഫി എന്ന് പറയും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ആ എഴുതി കാണുമ്പോൾ ഫിലോസഫി എന്നാണ് വായിക്കേണ്ടത്, പക്ഷെ നമ്മൾ വായിക്കുന്നത് ഫിലോസഫി എന്നാണ്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണമുണ്ട്. യഥാർത്ഥ തത്വങ്ങളെ പൊളിയൂട്ട് ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങൾ മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ കൊണ്ട് ട്രാപ്പ് ചെയ്ത് കളിക്കുന്ന കളിയാണ്, ആ മെത്തേഡാണ് ഇന്ന് പറയുന്ന ഫിലോസഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ കൂട്ടുകാരെയോ ആരെയോ ഫിലോസഫി പഠിപ്പിക്കരുത്. അവരെ പകരം നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യാൻ പഠിപ്പിക്കുക. ഇനി ഫോളോ എന്നുള്ള വാക്ക് പറഞ്ഞാലും മോശമാണ്. എഫ് എവിടെയൊക്കെ വരുന്നു അതെല്ലാം റോങ് വേർഡ്സ് ആണ്. എനിവേ അതിനെ പിന്തുടരാൻ പഠിപ്പിക്കുക, മനസ്സിലായോ? അല്ലാതെ വാക്കുകൾ കൊണ്ട് ഒരു വസ്തുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? വാക്കുകൾ കുറേ കേട്ട് കഴിയുമ്പോൾ, അല്ലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ അത് വിശ്വസിപ്പിക്കുക. അത് കള്ളന്മാർ ചെയ്യുന്ന പരിപാടിയല്ലേ. കള്ളന്മാരുടെ പരിപാടിയാണ് ഫിലോസഫി. ഫിലോസഫി പഠിച്ചിട്ടുള്ള ഒരാൾ അതിൻ്റെ നിന്ന് പുറത്തു വരില്ല. കാരണം അതൊരു വീഷ്യസ് സർക്കിളാണ്. കുറേ ലക്ഷക്കണക്കിന് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും അതിൻ്റെ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. പിന്നെ വാക്കുകളിൽ കുടുങ്ങിപ്പോകും. ഞാൻ പല വിദേശത്തു നിന്നുള്ള പല ഫിലോസഫിക്കൽ ഫോറംസിലും ഞാൻ പോയിട്ട് നോക്കാറുണ്ട് ഇവരുടെ ബിഹേവിയർ എന്താണ്. ഇവരൊരു വീഷ്യസ് സർക്കിളിലാണ് പെട്ടിരിക്കുന്നത്. ഒരു വലിയ സർക്കിളാണ്. അതൊരിക്കലും മോചനമില്ല. വാക്കുകളിൽ കുടുങ്ങിപ്പോയവർ. സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം പോലും അറിയാതെ കുടുങ്ങിപ്പോയവർ. കള്ളത്തരമാണ് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തരമാണ്. അതുപോലെ തന്നെ വലിയൊരു കള്ളത്തരമാണ് സബ്സ്റ്റാൻഷ്യൽ എക്വിവാലൻസ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റാൻഷ്യൽ എക്വിവാലൻസ് ചെയ്യണമെങ്കിൽ അതൊരു കള്ളത്തരമാണ്. കള്ളന്മാർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ആ മെത്തേഡല്ല, ഒരു തന്ത്രമാണ്. ഈ സബ്സ്റ്റാൻഷ്യൽ എക്വിവാലൻസ് എന്ന് പറഞ്ഞാൽ കുതന്ത്രം ചെയ്യണമെങ്കിൽ ഫിലോസഫി വേണം, ഫിലോസഫിയുടെ മെത്തേഡ് വേണം. മനസ്സിലായി? അതായത് ഒറിജിനലായിട്ടൊരു സാധനമുണ്ട്, ഇപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റഡ് ഒരു സാധനമുണ്ട്. ഈ ഒറിജിനലായിട്ടുള്ള സാധനത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡിനെയാണ് സബ്സ്റ്റാൻഷ്യൽ എക്വിവാലൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്, യാഥാർത്ഥ്യം വെച്ചിട്ടല്ല. കുറേ വാക്കുകൾ സൃഷ്ടിച്ചെടുത്ത് ഈ വാക്കുകളിൽ ഉദ്ദേശിക്കുന്ന സാധനം ആ സാധനത്തിലും ഈ സാധനത്തിലും ഒരുപോലെ തുല്യമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചെടുക്കുക. അത് വാക്കുകൾ കൊണ്ടുള്ള കളിയാണ്. അത് കളിക്കണമെങ്കിൽ ഈ ഫിലോസഫിയുടെ മെത്തേഡ് വേണം, ഫാൾസിഫിക്കേഷൻ്റെ മെത്തേഡ് വേണം. അതുകൊണ്ട് ഫിലോസഫി പഠിക്കുന്ന ആരും നോർമലായിരിക്കത്തില്ല. അവർ നോർമലായിട്ട് അഭിനയിക്കും, പക്ഷെ അവർ കുറേ കള്ളത്തരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഫിലോസഫി വയ്ക്കുക. കുറേ നിഷ്കളങ്കരുണ്ട്, അവരിപ്പോഴിങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കണം എന്താണ് സത്യമെന്ന് അന്വേഷിച്ചിട്ട്. അവരോട് ഞാൻ പറയും, നിർത്തുക ഈ പണി. സത്യം അറിയണോ, നേരിട്ട് പോയി കാണുക. അത് മാത്രമേ ഉള്ളൂ. അതിനാണ് സത്യം എന്ന് പറഞ്ഞാൽ. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളിനെയും ആന്തരികമായിട്ടുള്ള മെഷർമെൻറ്റുകളെ തത്വങ്ങളെയും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. അല്ലാതെ പുസ്തകത്തിൽ വായിക്കുന്നതിനെ അല്ല. അത് വാക്കുകളാണ്. ഒരാൾ പറയുമ്പോൾ കേൾക്കുമ്പോഴില്ല, അത് വാക്കുകളാണ്. സത്തെന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനെ പറയുന്നതാണ്. അപ്പോൾ സത്യം അറിയാൻ വേണ്ടി ഫിലോസഫി, ട്രൂത്ത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫിലോസഫി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ ഉള്ളത്? ട്രൂത്ത് അറിയണോ, പോയി നേരിട്ട് കാണുക, നേരിട്ട് പോയി അനുഭവിച്ച് ബോധ്യപ്പെടും. അല്ലാണ്ട് വാക്കുകളിൽ കുടുങ്ങിയല്ല ജീവിക്കേണ്ട. ഫിലോസഫി പഠിച്ച ഒരാൾക്ക് പോലും പിന്നെ നോർമലാകാൻ പറ്റില്ല. അവർ കുടുങ്ങിപ്പോവും വാക്കുകൾക്ക്. അത് പിന്നെ കുറേ ആൾക്കാർ അത് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കും, മറ്റു പല കാര്യങ്ങൾക്കും പറ്റിക്കാൻ തുടങ്ങും. അതിൻ്റെ അകത്ത് നിന്ന് അവർ പൈസ ഉണ്ടാക്കും. അതൊക്കെ അവരുടെ ഇഷ്ടം. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചവരെ പോലെ നടക്കും. മനസ്സിലായോ? ഫിലോസഫി പഠിച്ചാൽ അതിൻ്റെ ഏറ്റവും ദുരന്താവസ്ഥ എന്താണെന്നുള്ളത് ഇന്ന് സമകാലീന കേരളത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അത് വ്യക്തമായിട്ട് എന്താണെന്ന് പറയുന്നില്ല. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അയാൾക്ക് സംഭവിക്കുക എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു തെളിവ് നമ്മളുടെ സമകാലീന കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. കാരണം അതാണ് ഫിലോസഫി. ഫിലോസഫി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ കളിക്കുന്നൊരു കളിയാണ്. അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഒന്നെങ്കിൽ അവനൊരു കുതന്ത്രനായി മാറേണ്ടി വരും, അല്ലെങ്കിൽ അവൻ്റെ ലൂണറ്റിക്കായിട്ട് മാറും, അല്ലെങ്കിൽ അവൻ ഭയങ്കര
നിരാശാജനകനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും. ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. ഇതിൻ്റെ റിസൾട്ട് അതാണ്. നോർമലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? അപ്പം ഇതാണ് ഫിലോസഫി. ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരെയോ ഈ സാധനം പഠിപ്പിക്കാൻ വിടരുത്. ഇത് വിഷമാണ് ഫിലോസഫി, ഇന്നത്തെ ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി ഒറിജിനൽ ആദ്യ ഒരു സമയത്തുണ്ടായിരുന്നപ്പോൾ അതിനെ വിളിച്ചിരുന്നത് ഫിലോസഫി എന്നാണ്. അത് അല്ല. ആ PH വെച്ചിട്ട് എഴുതുമ്പോൾ അതിന് ഉച്ചരിക്കുന്നത് ഫിലോസഫി എന്നാണ്. അത് വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. മനസ്സിലായോ? പക്ഷെ അതല്ല ഈ പറയുന്ന കാര്യം. അത് നേരിട്ടുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒറിജിനൽ ഫിലോസഫി എന്ന് പറയുന്നത്. നേരിട്ട് പോയി പരീക്ഷണം നടത്തി അറിയുന്നതിൻ്റെ മെത്തേഡാണ് ഇത്. ഫിലോസഫി ഫാൾസിഫൈ എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് ആൾക്കാരെ കബളിപ്പിച്ച് ഒരു കാര്യം ഉണ്ടെന്ന് അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന മെത്തേഡാണ് ഫിലോസഫി, ഇന്നത്തെ ഫിലോസഫി. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർ ഇത് പോകുമ്പോൾ പറഞ്ഞത് വേണ്ട, നിന്റെ മാനസിക നല്ല തകർത്ത് കളി, അല്ലെങ്കിൽ നീ ഒരു കള്ളനായിരിക്കണം. കള്ളന് പറ്റിയ സാധനം അതാണ്. നല്ല കള്ളന് ഫിലോസഫിയാണ് ബെറ്റർ. ഇന്നത്തെ 70% കള്ളശാസ്ത്രം മുഴുവൻ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഈ ഫിലോസഫി മെത്തേഡ് കൊണ്ടാണ്. അത് ജനങ്ങൾക്ക് അറിയത്തില്ല. അതൊക്കെ അറിയാൻ എത്ര നാളെടുക്കുമെന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. മനസ്സിലായി? പൂർണ്ണ കള്ളത്തരമാണ്. ഞാൻ ഈ പറയുന്ന ഓരോ ഫിലോസഫിക്കൽ ഫോറത്തിൽ അതിൻ്റെ അകത്ത് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരൊക്കെ വരെയുണ്ട്. ഭയങ്കര വലിയാണ്. പക്ഷേ അവരുടെ വർത്തമാനവും അവർ പറയുന്ന കാര്യങ്ങളും കേൾക്കുമ്പോൾ അറിയാം പാവങ്ങൾ. ഇന്നും സത്യം അറിയുക എന്നുള്ളത് നേരിട്ട് പോയി കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്നതെന്നുള്ള ബോധ്യമില്ലാത്ത പാവം മനുഷ്യൻ, പാവം അദ്വൈതാർത്ഥങ്ങൾ. നേരിട്ട് കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെടേണ്ടതാണ് സത്യമെന്ന് തിരിച്ചറിവില്ലാത്ത പാവം അദ്വൈതാർത്ഥങ്ങളാണ് അവർ. ഒന്ന് ചിന്തിച്ചുകൂടെ അവർ? അവർ ഒരു 100 രൂപ കൊടുത്ത് അവരൊരു ബർഗർ മേടിക്കുമ്പോൾ അയാൾ ബർഗറിന് പകരം മലമെടുത്ത് കയ്യിൽ തരുമ്പോൾ ഇത് ബർഗർ അല്ലല്ലോ മലമല്ലേ എന്ന് പോലും ചോദിക്കാതെ ആ മലം മേടിച്ചുകൊണ്ട് പോയി കഴിക്കും. അതാണ് ഫിലോസഫിയുടെ മെത്തേഡ്. നമ്മളെ കൊണ്ട് തന്നെ ഉള്ളിൽ വിശ്വസിപ്പിക്കും, വാക്കുകൾ കൊണ്ട് കളിച്ച് ആ മലം പോയി തിന്നും ബർഗറാണെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ആ ഫിലോസഫി മെത്തേഡ് എന്ന് പറയുന്നത്. ആ അവസ്ഥയിലാണ് ഓരോ വലിയ വലിയ ഫോറംസിലൊക്കെ ആൾക്കാർ സംസാരിക്കും. കാരണം ഇവർക്ക് മനസ്സിലാവണില്ല. ട്രൂത്ത് അറിയണമെങ്കിൽ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെടണം, അല്ലാണ്ട് സംസാരിച്ചിട്ടല്ല. സംസാരിച്ചിട്ട് എങ്ങനെയാണ് ട്രൂത്തിനെ അറിയുക? മീൻസ് രണ്ടുപേർ തമ്മിൽ വാദപ്രതിവാദം നടത്തിയിട്ട് ട്രൂത്തിനെ എങ്ങനെ അറിയുക? നമുക്ക് രണ്ടുപേർ കൂടി പോവാം. ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വേണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നേരിട്ടൊന്ന് ബോധ്യപ്പെടുത്തി തരാമെന്ന് ഞാൻ അയാളെ കൊണ്ടുപോയി ഈ നേച്ചറിനെ ഒബ്സർവ് ചെയ്യിപ്പിക്കും. ഒബ്സർവ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നടക്കുന്ന ഓരോ ഫംഗ്ഷനും ഞാൻ കാണിച്ചു കൊടുക്കും. അയാൾക്ക് എപ്പോൾ ബോധ്യം വരുമ്പോൾ അപ്പോൾ മാത്രം അത് എടുത്താൽ മതിയെന്ന് പറയും. അത്രേ ഉള്ളൂ. അതാണ് യഥാർത്ഥ സത്യം. അല്ലാതെ വാക്കുകൾ കൊണ്ടുള്ള കളിയില്ല. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത് അത് ബോധ്യപ്പെടാൻ പഠിപ്പിക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് ശാസ്ത്രം. ശാസ്ത്രമേ ആവശ്യമുള്ളൂ, ഫിലോസഫിയുടെ ആവശ്യമില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണവും അതിൻ്റെ സ്ഥാനവും പ്യൂരിറ്റിയും. ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ വഴി. അപ്പോൾ ഫിലോസഫി കേട്ടാൽ ഓടിക്കൊള്ളണം. ഫിലോസഫി എന്നുള്ള വാക്കൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓടിക്കൊള്ളണം. ഒന്നെങ്കിൽ അവൻ കള്ളത്തരം പറയാൻ പോവാണ്, അല്ലെങ്കിൽ അവൻ കൺഫ്യൂസ്ഡ് ആണ്, എന്തൊക്കെയോ ജൽപ്പനങ്ങൾ ചെയ്യാൻ പോവാണ്. ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വിട്ടേക്കുക. ഒരിക്കലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഫിലോസഫി പഠിപ്പിക്കാൻ. അതിൻ്റെ ദൂഷ്യഫലം ഭയങ്കര വലുതാണ്.